എല്ലാവർക്കും നമസ്കാരം. ക്ലാപ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റാർ മേക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോയാണ്. ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് സ്റ്റാർ മേക്കറിനെ പറ്റിയിട്ട്. അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ കമൻസിൽ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. അപ്പം സംശയങ്ങൾ, അതായത് എങ്ങനെയാണ് ഈ പാട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഏത് ഗ്യാലറിയിലാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസുകൾ വന്നിട്ടുണ്ട്. നമ്മളുടെ ഫോണിൻ്റെ തന്നെ സാധാരണ ഗ്യാലറിയിൽ തന്നെയാണ് അത് വരുന്നത്. അത് അപ്പോൾ പലരും ചെയ്ത് നോക്കി അത് പറ്റുന്നില്ല എന്നൊക്കെയാണ്. അപ്പം ഞാൻ ഇന്നത് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളെ അതും മറ്റേ നമ്മൾ നേരത്തെ ചെയ്തതും വീഡിയോ ആയിട്ട് തന്നെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് മനസ്സിലാകാത്തവർക്ക് ഇപ്പം നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ഒന്നുകൂടി ചെയ്യുകയാണ്. അപ്പോൾ അത് കൂടാതെ തന്നെ എങ്ങനെ നമുക്ക് ഫ്രീ സ്റ്റൈലിൽ പാടുന്ന പാട്ടുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, അതുപോലെ തന്നെ കരോക്കെ മാത്രമായിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അതിനൊക്കെയുള്ള പരിഹാരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് പലർക്കും അറിയാമായിരിക്കും. ഇത് അറിയാവുന്നവർക്ക് വേണ്ടിയല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സ്റ്റാർ മേക്കർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് താഴെ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും. റൂം, മൊമെൻറ്റ്സ്, അതുപോലെ ഒരു സെൻട്രലായിട്ടൊരു മൈക്കിൻ്റെ ഓപ്ഷൻ, താഴെയായിട്ട് ചാറ്റ്, മീ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൂടാതെ വേറൊരു സംശയം കൂടി ചോദിച്ചിരുന്നു. നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്ത പാട്ടുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന്. അതെല്ലാം ഈ കാണിച്ചു തരുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നേരത്തെ പാടിയ ഒരു പാട്ടാണ് നമുക്ക് വീണ്ടും നമുക്ക് എടുത്തിട്ട് ഗ്യാലറിയിൽ സേവ് ആക്കേണ്ടതെങ്കിൽ ചെയ്യേണ്ടത്, നമ്മുടെ ഇവിടെ താഴെയായിട്ട് റൈറ്റ് സൈഡിൽ താഴെ നമുക്ക് മീ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് നമ്മുടെ പ്രൊഫൈലിൻ്റെ ഓപ്ഷനാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് പോകുന്നതായിരിക്കും. ഇതെൻ്റെ പ്രൊഫൈലാണ്. പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ പാടി വെച്ചിരിക്കുന്ന പാട്ടുകളൊക്കെ. കണ്ടില്ലേ? ഞാനിതിൻ്റെ വോളിയം ഒന്ന് കുറയ്ക്കുകയാണ്, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ വോളിയം കുറച്ച് വെക്കുകയാണ്. നേരത്തെ പാടി വെച്ചിരുന്നൊരു പാട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഇത് ഗ്യാലറിയിലേക്ക് സേവ് ആക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പലരും പറഞ്ഞത് കോപ്പി ലിങ്ക് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ നമുക്കൊരു ഷെയറിൻ്റെ ബട്ടൺ താഴെയായിട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട്, കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസുകൾ വരും. വാട്സപ്പ്, ഫേസ്ബുക്ക്, FB റീൽസ്, ട്വിറ്റർ, അങ്ങനെ കുറേ ഓപ്ഷൻ കാണാം. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാം റീപോസ്റ്റ്, ഫ്രണ്ട്സ്, കോപ്പി ലിങ്ക്, ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നമുക്ക് ഈ ഒരു പിന്നിൻ്റെ ഒരു ചിത്രം കാണാൻ സാധിക്കും, കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞിട്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപ്പിയുടെ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ആണ് നമ്മൾ കോപ്പി ചെയ്യുന്നത്. അപ്പം ഇനിയും അടുത്ത സംശയം കാണിച്ചു തരാം. പാട്ടുകളെല്ലാം ഡൗൺലോഡ് ചെയ്യുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇതിപ്പം കോപ്പി ലിങ്ക് കാണുന്നില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇപ്പോൾ നേരത്തെ പാടിയ പാട്ടായാലും ഇപ്പോൾ നമ്മൾ പാടുന്ന പാട്ടായാലും എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഞാനിനിയും ബാക്ക് അടിക്കുകയാണ്. അടുത്തൊരു സംശയം ആയിരുന്നു, എങ്ങനെ കരോക്കെ മാത്രമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ നമുക്ക് ഏത് പാട്ടിൻ്റെ കരോക്കെയാണോ വേണ്ടത് ആ കരോക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. അതിനായിട്ട് ഈ താഴെയായിട്ട് സെൻറ്ററിൽ നമുക്ക് മൈക്കിൻ്റെ ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിലുള്ള സെർച്ച് ബാറിൽ നമുക്ക് ഏത് പാട്ടാണോ വേണ്ടത് ആ പാട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പം ഒരു പാട്ടിൻ്റെ ഒരു ഷോർട്ട് പാട്ട് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് മിന്നൽ വള അടിച്ചപ്പോൾ തന്നെ അതിൻ്റെ താഴെ കുറേ ഓപ്ഷൻ വന്നിട്ടുണ്ട്. മിന്നൽ വള നരിവേട്ട, മിന്നൽ വള ഷോർട്ട് എന്ന് പറഞ്ഞിട്ട്. ഈ ഷോർട്ട് എന്ന് പറയുന്നത് ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഫുള്ളാണ് വേണ്ടതെങ്കിൽ ഫുള്ളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഈ ഷോർട്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. മിന്നൽ വള ഷോർട്ട് കരോക്കെ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കുറേ കരോക്കെ ഓപ്ഷൻ വരും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഞാൻ ഹെഡ്ഫോൺ കുത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. കണ്ടില്ലേ, മിന്നൽ വിളയിലെ ലിറിക്സാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരോക്കെ മാത്രമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ടാപ്പ് ടു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ പാട്ട് പാടാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ടാപ്പ് ടു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഹെഡ്ഫോൺ കുത്താത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ കരോക്കയുടെ ഈ ലിറിക്സ് മേലോട്ട് സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് ആ പാട്ട് എത്ര മിനിറ്റാണോ ഉള്ളത് അത് അത്രയും സമയം തീരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം കരോക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ കുറേ ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് വോയിസ്, മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ കാണാം. ഇതിൽ നമ്മൾ വോയിസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഫുള്ള് കുറച്ചിടുക, 0 ആക്കി വെക്കുന്നു. ഈ മ്യൂസിക് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ
100% ആക്കി വെക്കുന്നു. അതിനുശേഷം നമുക്ക് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെ കുറേ ഓപ്ഷൻ കാണാം. കസ്റ്റം, കരോക്കെ, സൂപ്പർ, കസ്റ്റം, സ്റ്റുഡിയോ, എക്കോ, പാർട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളപ്പോൾ ഈ കരോക്കെ സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ കരോക്കെ ആയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് കൊണ്ടാണ് കരോക്കെ സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. കരോക്കെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ പോസ്റ്റ് എന്ന് പറയുന്നത് താഴെ കാണിക്കും. നമ്മൾ ആ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. കണ്ടില്ലേ, അത് പോസ്റ്റ് ആയപ്പോൾ തന്നെ കോപ്പിയുടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാട്സപ്പിലേക്കാണ് പോയത്. വാട്സപ്പിൽ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് വേണമെങ്കിൽ നമുക്കതൊന്ന് ഷെയർ ചെയ്തിടാം. ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ നമ്പറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിലോട്ട് ഷെയർ ചെയ്തിടാം. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെയാണ്ട് അത് ഷെയർ ആയി കിടപ്പുണ്ട്. അതവിടെ കിടക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വാട്സപ്പിൽ കയറിയിട്ട് നമ്മുടെ ഇപ്പോൾ ഷെയർ ചെയ്ത ഈ കോപ്പിയിൽ ഇതിൽ ലോങ് പ്രസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കത് കോപ്പി ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ബാക്കിലേക്ക് പോകുന്നു. വീണ്ടും സ്റ്റാർ മേക്കറിലേക്ക് വരികയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പോസ്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നതെല്ലാം ഞാൻ ഒന്നിച്ച് കാണിച്ചു തരാം. കാരണം വീഡിയോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും ഓഡിയോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും കരോക്കെ മാത്രമായിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും എല്ലാം ഒറ്റ മെത്തേഡിൽ തന്നെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇനിയുള്ളത് എങ്ങനെയാണ് ഇതിൽ വീഡിയോ ആയിട്ട് പാട്ട് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ഓഡിയോ മാത്രമേ ഉള്ളൂ, അതോ വീഡിയോ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അതറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് കാണിച്ചു തരാം. താഴെ ഈ മൈക്കിൻ്റെ സെൻട്രലിലുള്ള മൈക്കിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ തന്നെ ഇവിടെയും കിടപ്പുണ്ട് കരോക്കെകളൊക്കെ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഒരു പാട്ട് സെലക്ട് ചെയ്യുന്നു. സിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്താൽ മതി. ആ പാട്ടിൻ്റെ നേർക്ക് കിടക്കുന്ന സിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കരോക്കെ പ്ലേ ആക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ആരോ വിരൽ മീട്ടി എന്നുള്ള പാട്ടിൻ്റെയാണ്. പാതിമാഞ്ഞ മഞ്ഞിൽ പതുക്കെ പെയ്തൊഴിഞ്ഞ മഴയിൽ എന്ന് പറയുന്ന കരോക്കെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണിത് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഓൺ ആക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ടാപ്പ് ടു സ്റ്റാർട്ട് എന്ന് പറയുന്നതിൻ്റെ നേരെ മുകളിലായിട്ടൊരു മൈക്കിൻ്റെയും ഒരു വീഡിയോ ക്യാമിൻ്റെയും ഒരു പിക്ചർ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ഈ വീഡിയോ ക്യാമിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ വീഡിയോ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ടാപ്പ് ടു സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാട്ട് പാടാൻ സാധിക്കും. കണ്ടില്ലേ. ഓക്കെ, ഇപ്പോൾ ഞാനത് മുഴുവനായിട്ട് കാണിക്കുന്നില്ല. നിങ്ങളെ ഇപ്പോൾ അത് വീഡിയോ ആയിട്ട് എങ്ങനെയാണത് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വോയിസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം. അതുപോലെ ഈക്വലൈസർ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ മേളിലായിട്ട് കണ്ടില്ലേ, ലേറ്റൻസി, ഡിനോയിസ്, ഈക്വലൈസർ, EQ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നതാണ് ഇതിൻ്റെ ഈക്വലൈസർ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻ വരും. ഇപ്പോൾ കസ്റ്റം എന്ന് പറയുന്നതിൽ ഉണ്ട് ക്ലിയർ, ബ്രൈറ്റ്, വാം, എയറി, തിക്ക്, ഡീപ്പ് അങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈക്വലൈസർ വരും. ഇതിൻ്റെ ഈ സൈഡ് നമ്മളിങ്ങോട്ട് കൂട്ടുകയും കഴിഞ്ഞാൽ ഇവിടെ ബേസ് കിട്ടും. ബേസായിട്ട് മാറും നമ്മുടെ വോയിസ്. ട്രിബിളാണ് കയറ്റേണ്ടതെങ്കിൽ ഈ സൈഡിൽ നിന്ന് കയറ്റി കഴിഞ്ഞാൽ ട്രിബിളായിട്ട് കയറുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഓരോന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പാട്ട് കേട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ നെക്സ്റ്റ് കൊടുക്കുന്നു. ഈ പാട്ട് പോസ്റ്റ് ചെയ്യുന്നു. ഇതിപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഗ്യാലറിയിൽ ഇത് വരുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കത് കോപ്പി ചെയ്ത് വാട്സപ്പിലേക്ക് ആകുന്നതായിരിക്കും. ഞാൻ രണ്ട് രീതിയിൽ നിങ്ങളെ കാണിച്ചു തരാം. ഒന്ന്, ഇതിനകത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതെന്നും, പിന്നെ വാട്സപ്പിൽ നമ്മളിപ്പോൾ ഷെയർ ചെയ്തില്ലേ ആ ലിങ്കിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നതെന്നും കാണിച്ചു തരാം. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. രണ്ടും ഒരു രീതി തന്നെയാണ്. ലിങ്ക് രണ്ടിടത്തു നിന്ന് കോപ്പി ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു പാട്ടും പോസ്റ്റ് ആയിട്ടുണ്ട്. ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. മുമ്പേ ചെയ്തെടുത്തിട്ട് തന്നെ ഷെയർ ചെയ്തിടുകയാണ്. കണ്ടില്ലേ, മുമ്പേ ചെയ്ത ഇതാണ്. അതിൻ്റെ താഴെ ഇതിപ്പോൾ വന്ന് കിടപ്പുണ്ട്. ബാക്കടിക്കുന്നു. ഓക്കെ, ഇവിടെ ഡണ്ണ് കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ താഴെ നമ്മുടെ മീ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഫൈലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ട് അവിടെ വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും. മേലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, ഈ രണ്ട് പാട്ട് ഇവിടെ വന്ന് കിടപ്പുണ്ട്. ആരോ വിരൽ മീട്ടി, മിന്നൽ വള, രണ്ടും അവിടെ വന്ന് കിടപ്പുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ഇവിടുന്ന് എങ്ങനെയാണ് ഇത് കോപ്പി ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ വീഡിയോ ആയിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ആരോ വിരൽ മീട്ടി എന്നുള്ള ഇപ്പം നമ്മൾ പോസ്റ്റ് ചെയ്ത പാട്ടൊന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ അത് ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ആരോ വിരൽ മീട്ടി, അത് തന്നെയാണ് കരോക്കെ.
ഇനി ഇത് കോപ്പി ലിങ്ക് എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ്. ഈ താഴെ നമുക്ക് കാണാൻ സാധിക്കും ലൈക്കിൻ്റെയും ഷെയറിൻ്റെയൊക്കെ ബട്ടൺ. അവിടെ നമുക്ക് ഷെയറിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ഈ താഴെയായിട്ട് നാലാമത് കാണുന്ന ഷെയറിൻ്റെ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻ വരും. ഇതിൽ നിന്ന് നമുക്ക് കോപ്പി ലിങ്ക് എന്ന് പറയുന്നത് താഴെ ആണ്ട് റീപോസ്റ്റ്, ഫ്രണ്ട്സ്, കോപ്പി ലിങ്ക്, ഡൗൺലോഡ് അങ്ങനെ കാണാൻ സാധിക്കും. ഈ കോപ്പി ലിങ്ക് എന്ന് പറയുന്നത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപ്പിയുടെ എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ കോപ്പിയുടെ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ബാക്ക് അടിക്കുന്നു. ഇനിയാണ് നമ്മൾ നമ്മുടെ ക്രോം ബ്രൗസറാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. മേലുള്ള സെർച്ച് ബാറിലായിട്ട് നമ്മൾ സ്റ്റാർ മേക്കർ വീഡിയോ ഡൗൺലോഡറെന്നോ ഓഡിയോ ഡൗൺലോഡറെന്നോ എങ്ങനെ വേണമെങ്കിലും ടൈപ്പ് ചെയ്താൽ മതി. ഞാനിപ്പോൾ വീഡിയോ ഡൗൺലോഡർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ സ്റ്റാർ മേക്കർ സോങ് ഡൗൺലോഡർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് കിടക്കുന്ന ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ഇവിടെയായിട്ട് ഒരു എൻ്റർ സ്റ്റാർ മേക്കർ URL എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിൽ സബ്മിറ്റ് എന്ന് പറയുന്നതിൻ്റെ അടുത്ത് ഒരു ഗ്രീൻ കളറിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ എൻ്റർ സ്റ്റാർ മേക്കർ URL എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പേസ്റ്റ് എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ ആ ഒരു ലിങ്ക് അവിടെ കോപ്പി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് കഴിയുമ്പോഴേക്കും മേലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മൾ കോപ്പി ചെയ്ത ആ ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ആ ഒരു വീഡിയോയാണിത്. ഇത് വേണമെങ്കിൽ ഇവിടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ? ആ വീഡിയോ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ചെയ്യേണ്ടത് ഈ താഴെയായിട്ട് നമുക്ക് ഒരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ 3 ഓപ്ഷൻ വരും. ഡൗൺലോഡ്, പ്ലേബാക്ക് സ്പീഡ്, പിക്ചർ ഇൻ പിക്ചർ എന്ന് പറയട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം മേളിൽ ഡൗൺലോഡിങ് ഫയൽ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ആ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്ക് അടിക്കുന്നു. ബാക്ക് അടിച്ചിട്ട് നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകാം. നിങ്ങൾ ചോദിച്ചു ഏത് ഗ്യാലറിയിലാണ് വരുന്നത്. ഇത് കണ്ടില്ലേ, ഫോട്ടോസ് എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ഫോണിൻ്റെ ഗ്യാലറി. നിങ്ങളുടെ ഫോണിൽ ചിലപ്പം ഗ്യാലറി എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. എൻ്റെ അതിലെ ഫോട്ടോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഫോട്ടോസ് എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഈ ഗ്യാലറിയെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡർ കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ആദ്യം തന്നെ ആ ഒരു പാട്ട് അവിടെ വന്ന് കിടപ്പുണ്ട്. കണ്ടില്ലേ? അപ്പോൾ വീഡിയോ എങ്ങനെയാണ് നമ്മുടെ ഗ്യാലറിയിൽ സേവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. കാരണം ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം ഷെയർ ബട്ടൺ ഉണ്ട്. ഷെയർ ചെയ്യുന്നു. വാട്സപ്പിൽ ഷെയർ ചെയ്ത് ഞാൻ കാണിക്കാം. അതും കൂടെ കാണിക്കാമല്ലോ. വാട്സപ്പ് സെലക്ട് ചെയ്യുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിനായിട്ട് ഞാനത് സെൻഡ് ചെയ്യുകയാണ്. സെൻഡ് ഇവിടെ വാട്സപ്പിൽ അത് സെൻഡ് ആകുന്നുണ്ട്. കണ്ടില്ലേ? വാട്സപ്പിൽ അത് സെൻഡ് ആവുകയും ചെയ്തു, അത് പ്ലേ ആവുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പം ഇതാണ് പലരും കൊണ്ടിരുന്നത്. ഇത് പറ്റുന്നില്ല എന്നാണ് പലരും പറഞ്ഞത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു തന്ന പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുമ്പേ വാട്സപ്പിൽ ഷെയർ ചെയ്തായിരുന്നു ഒരു ലിങ്ക്. നമ്മൾ ആദ്യം വാട്സപ്പിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്തായിരുന്നു, മിന്നൽ വള എന്ന് പറയുന്നത്. കണ്ടില്ലേ? ആ ലിങ്കാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതേപോലെ തന്നെയാണ് ഈ ലിങ്ക്. ബ്ലൂ കളറിൽ കാണുന്ന ലിങ്കിൽ നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കോപ്പി ലിങ്ക്, ഓപ്പൺ ലിങ്ക് കാണാം. അതിൽ കോപ്പി ലിങ്ക് കൊടുക്കുന്നു. കോപ്പി കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്ക് അടിക്കുന്നു. വീണ്ടും നമ്മൾ നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. സെർച്ച് ബാറിൽ സ്റ്റാർ മേക്കർ വീഡിയോ ഡൗൺലോഡറെന്നോ ഓഡിയോ ഡൗൺലോഡറെന്നോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കുക. സ്റ്റാർ മേക്കർ സോങ് ഡൗൺലോഡർ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. എൻ്റർ സ്റ്റാർ മേക്കർ URL എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. നേരത്തെ ഇതുപോലെ തന്നെ അവിടെ ലോങ് പ്രസ് ചെയ്യുന്നു, പേസ്റ്റ് കൊടുക്കുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. കണ്ടില്ലേ? ഇപ്പോൾ ഇവിടെ ആ ഒരു പാട്ടിൻ്റെ ഓഡിയോ വന്നിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് കാണാം ഒരു പ്ലേ ബട്ടണും ഒരു സ്പീക്കറിൻ്റെ ഇത് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ പാട്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്ക് 3 ഡോട്ട്സ് കാണാം. ആ ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം ഡൗൺലോഡ്, പ്ലേബാക്ക്. അതിൽ ഡൗൺലോഡ് കൊടുക്കുന്നു. ഡൗൺലോഡ് അഗെയിൻ എന്ന് പറയുന്നത് മുമ്പേ നമ്മൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് വീണ്ടും കാണിക്കുന്നത്. ഡൗൺലോഡ് അഗെയിൻ കൊടുത്തു.
മേളിൽ ഡൗൺലോഡ് കാണാം. ഡൗൺലോഡ് ആയിട്ടുണ്ട് ഫയൽ. ഇനി നമ്മൾ ബാക്ക് അടിക്കുന്നു. ഇനി നമ്മൾ ഓഡിയോസിൽ പോയി കാണാം. മറ്റേത് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഗാലറി കാണിച്ചത്. ഇവിടെ ഫയൽസിനകത്ത് പോകുന്നു. ഇവിടെ നമ്മൾ ഓഡിയോ ആയതുകൊണ്ട് തന്നെ ഓഡിയോ എടുത്തു. ഫസ്റ്റ് തന്നെ ദാണ്ട് വന്ന് കിടപ്പുണ്ട്. മാസ്റ്റർ മിന്നൽ വള എന്നുള്ള പാട്ടിൻ്റെ കരോക്കെയാണത്. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് കരോക്കെ ഡൗൺലോഡ് ചെയ്യുന്നത്. കരോക്കെ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതും പാട്ടായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതും എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ്. വീഡിയോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതും എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും എന്നോട് കമൻറ്റായിട്ട് ചോദിക്കുക. ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.